സത്യമാണ്, അത് അങ്ങനെ വേണമല്ലോ. എൻ്റെ ഒരു ടേക്കാണ് അവസാനിക്കുന്നത്. ഇപ്പം ആട് ഫോറോട് കൂടി എൻ്റെ വേർഷനിലായിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ല കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പ്രൊഡക്റ്റും ഇദ്ദേഹത്തിൻ്റെതാണ്. മറ്റാർക്കെങ്കിലും ഇദ്ദേഹം ചൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും നല്ലൊരു കഥയുമായി വന്ന് അത് റീവാമ്പ് ചെയ്യാം. സ്പിൻ ഓപ്സ് ഉണ്ടാവും. വേറെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആട് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടായിരിക്കണം അല്ലേ. സ്പിൻ ഓപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ എടുക്കാം, മേ ബി ഷാജി പാപ്പൻ ടീമിനെ എടുത്ത് നമുക്ക് വേറൊരു ഒരു ടെറൈനിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിൽ 1-2 കഥാപാത്രങ്ങൾ വേണമെങ്കിൽ അപ്പം നമുക്കതിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് വൺ ലാസ്റ്റ് റൈഡോടുകൂടി ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വിച്ച് ഇസ് എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുന്ന അതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ. അത് നേരത്തെ തീരുമാനിച്ചു. ഇത് റീവാമ്പ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ IP ആണ്. ഇദ്ദേഹത്തിന് അത് പുതിയ സെറ്റ് ഓഫ് ആളുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ അത്രയും പോപ്പുലർ ആവുകയാണെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് സ്പൈഡർമാനൊക്കെ വരാറില്ലേ, പുതിയ ഷാജി പാപ്പൻ ക്യാരക്ടേഴ്സ് ആണല്ലോ. പുതിയ ഷാജി പാപ്പൻ, പുതിയ സർബത്ത് ഷമീർ, അത് കൊടുക്കല്ലേ, പുതിയ സർബത്ത് ഷമീർ, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ടേക്ക് എന്തായാലും അടുത്ത സിനിമയോട് കൂടി എൻ്റെ ആട് വേൾഡ് അവസാനിക്കുകയാണ്. ആട് 3 നോക്കിക്കഴിഞ്ഞാൽ 3 ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ആട് 2 ഉള്ളതായിട്ട് ഇപ്പം ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളും കണ്ടെത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ആട് 2 സക്സസ്സിലാണ് 3 അനൗൺസ് ചെയ്തത്. അപ്പോൾ ആട് 2 മേക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4 ഒക്കെ ചെയ്യണമെന്ന് അത്തരത്തിലുള്ളൊരു കൺവിൻഷൻ അന്നേ ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ട് ഒരു 3-ാം ഭാഗം വരും വിജയിച്ചാൽ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ക്യാരക്ടേഴ്സ് ആണല്ലോ, ഈ 7 ക്യാരക്ടേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സബ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വേൾഡാണിത്. അപ്പം ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആളുകൾ മടുക്കുവോളം ഇപ്പം ഫ്രാഞ്ചൈസ് സിനിമകൾ നോക്കിക്കോളൂ. ഒരു 10ഉം 11ഉം ഒക്കെ വരുന്ന 7-8 ഒക്കെ വരുന്ന ഫ്രാഞ്ചൈസ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു ഫ്രാഞ്ചൈസിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മേക്ക് ദ സെക്കൻഡ് വൺ എ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 3, 4, 5 വരെയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഉറപ്പായിട്ടും 2ാമത്തെ വർക്കായിരുന്നെങ്കിൽ 3ാമത്തത് ഞങ്ങൾ ചെയ്യും എന്ന് ആദ്യമേ തന്നെ ധാരണയുണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർക്കാവുകയാണെങ്കിൽ ചെയ്യാം. നമ്മുടെ കൺവിക്ഷൻ എല്ലായ്പ്പോഴും തിയേറ്ററിൽ വിജയിച്ചോണമെന്നില്ല. അപ്പം 2ന്റെ സമയത്ത് തന്നെ ആലോചന ഉണ്ടായിരുന്നു ഒരു 3 ചെയ്യണം. പക്ഷെ 3ന്റെ സമയത്ത് അതൊരു 2 പാർട്ട് ഫിലിമായി ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേയുള്ള തീരുമാനം. ഇനി 4 ഇറങ്ങിയിട്ട് പ്രേക്ഷകർ ഈ പറയുന്ന പോലെ 5ാം പാർട്ട് വേണമെന്ന് ഭയങ്കരമായിട്ട് ഈഗർ ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ചോദിക്കേണ്ടി വരും. അത് ഇനി ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. വിജയ് ചേട്ടാ, മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ആട് 1 നിന്നും ആട് 3 നോക്കിക്കഴിഞ്ഞാൽ വിജയ് ചേട്ടൻ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് എ പ്രൊഡ്യൂസറിനേക്കാൾ ഉപരി എനിക്ക് ആട് 3 കണ്ടപ്പോൾ ശ്രദ്ധിച്ചത് ആസ് ആൻ ആക്ടർ ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിജയ് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമഡി അധികം ചെയ്യാൻ പറ്റത്തില്ല, അല്ല അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ ആട് 3 നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് കോമഡി ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇൻഫാക്ട് റിയൽ ലൈഫിലും ഭയങ്കരമായിട്ട് കോമഡി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു ടീമിനോടൊപ്പം ചേർന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു ജേണി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും? ഞാൻ എന്നും ഹ്യൂമർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അത് ഞാനൊരു ചാനലിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ഓൾവേസ് ലവ് ഹ്യൂമർ. നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ആദ്യ സിനിമ കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. അത് മങ്കിപ്പനാണെങ്കിലും അടിയപ്പേര് കൂട്ടമണിയാണെങ്കിലും ഹോമാണെങ്കിൽ കൂടി ആ ഫ്ലേവർ അത് ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മിഥുനറിയാം, ഓരോ ഡയലോഗ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഫ്രൈഡേ ഫിലിം ഹൗസ് യൂണിവേഴ്സിനെ കുറിച്ച് വിജയ് ചേട്ടൻ ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് രഞ്ജിത്ത് സാറിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. പടക്കളം സമയത്ത് ഇത് വലിയ വിജയമായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും പറഞ്ഞു. പലിശയുടെ പലിശ സഹിതം ഈ പടത്തിലൂടെ കിട്ടിയോ 2 ആ യൂണിവേഴ്സ് എന്ന് എക്സ്പെക്ട് ചെയ്യാം? ക്രോസ് ഓവേഴ്സിനുള്ള സാധ്യത. ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷൻ ബാനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ദ ഡ്രീമാണ്. അത് നമ്മൾ മനഃപൂർവ്വം ഓക്കെ ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാം, ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നാൽ അത് ഇവോൾവ് ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഫ്രൈഡേയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആടിലെ കഥാപാത്രങ്ങളും പടക്കള കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്രോസ് ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
ആ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി ആടിൻ്റെ സ്പിൻ ഓഫ്സ് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് ഒരു പിടിവാശി എന്ന നിലയിലേക്ക് ആദ്യത്തെ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായ ഒരു ഏതെങ്കിലും ഒരു സംഭവം ഇതെനിക്ക് വേണം അല്ലെങ്കിൽ അതെനിക്ക് വേണം, അങ്ങനെ ഒരു ഷൂട്ടിംഗ് സംഭവം എഡിറ്റിംഗ് ടേബിൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഐ എം ദെയർ ആസ് എ ആക്ടർ ഓൾസോ, ഞാനാണ് അതിൻ്റെ ബാലൻസിങ് ആക്ട്. പ്രൊഡക്ഷൻ ടീം, അതായത് എൻ്റെ ബ്രദർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കാവ്യ ടീം ഉൾപ്പെടുന്ന ഞങ്ങൾ അവരുടെ ഒരു ടീം ഞാനുമായിട്ടാണ് ആർഗ്യ ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു സീനെന്ന് ചോദിക്കുകയും ഞാൻ ഇദ്ദേഹത്തോട് ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു ബാലൻസിങ് ആക്ട് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രൊഡക്ഷനോട് പറയും യെസ് അത് ആവശ്യമുണ്ട്. ഇനി അതല്ലെന്ന് തോന്നിയാൽ ഞാൻ മിഥുനോട് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അല്ലാതെ ഞാനും മിഥുനും തമ്മിൽ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകാറില്ല. മിഥുൻ ഞാൻ ചോദിക്കും, മിഥുൻ എന്നെ കൺവിൻസ് ചെയ്യും. ഞാൻ കൺവിൻസ് ആയില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. അപ്പൊ ചിലപ്പോൾ മിഥുൻ കൺവിൻസ് ആവും. അപ്പൊ അത് അങ്ങനെ ഒഴിവാക്കിയ സീനുകളുണ്ട്. ഷൂട്ട് ചെയ്യാതെ വേണ്ട ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച സീനുമുണ്ട്. വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്ഷനെ കൺവിൻസ് ചെയ്ത സീനുകളുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു കണ്ണാടിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആർഗ്യ ചെയ്ത് ലാസ്റ്റ് പ്രൊഡ്യൂസർ പുള്ളിയല്ലേ ആണല്ലോ. അപ്പോൾ ഭയങ്കര ഞങ്ങൾ ഇത്രയും ഒരു ടീമായിട്ട് ഇത്രയും വലിയൊരു സിനിമ ശരിക്കും 10 മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനും VFXും കഴിഞ്ഞ് റിലീസാക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ടാസ്ക് തന്നെയായിരുന്നു. അത് ഇപ്പോഴും ഞങ്ങളിവിടെ തമാശ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇത്രയും 130ഓളം ദിവസം ഷൂട്ട് പോയിട്ട് അന്യോന്യം പ്രൊഡക്ഷനും ഡയറക്ഷൻ ടീമും തമ്മിലോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലോ മുഖം മുഷിഞ്ഞ് ഒന്ന് സംസാരിക്കേണ്ട അവസ്ഥ പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു പടം ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീല് പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സീനുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ചാണല്ലോ സിമ്പിളായിട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നത്. ഇവരെല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഭവിച്ചത്. അത് പിന്നെ സ്വാഭാവികമായും സംഭവിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 സിനിമ ഓൾറെഡി ഒരുമിച്ച് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഒരു ഋതുവും ഒരു മെക്കാനിക്സും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം കാവ്യയുടെ ടീം വന്നപ്പോഴും ഒരു കൂട്ടം സഹൃദയരുടെ സംഘമാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നത്. എസ്പെഷ്യലി വേണുചേട്ടൻ. കാരണം വേണുചേട്ടനെ നമ്മൾ വെറുതെ ഇത് ബ്രഹ്മാണ്ഡ ഹിറ്റ് അടിക്കും അല്ലെങ്കിൽ വലിയ വിജയമാകും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ല. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അല്പം ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് പ്രശ്നരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ലോജിക്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്നാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷനെ ഞങ്ങൾ വിശേഷിപ്പിക്കാറ്. അത് ചേട്ടാ അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ് പുള്ളിയെയും കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്ത സീനുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ 2 തവണ ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട്. ചേട്ടാ ഇത് സിനിമയിൽ ഷാജി പാപ്പൻ, ജോഡ്, അതുപോലെ അറക്കിലബു, സാത്താൻ സേവർ ഇവരൊന്നും കാണാനില്ല. അവരൊക്കെ ഒരു താങ്ക്സ് പറയേണ്ട ഒരു വേദിയായിരുന്നില്ലേ? അതെ അവരൊന്നും കാണാനില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂഡ് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അങ്ങനെ ചെറിയ പുള്ളിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. ജയേട്ടൻ 1-2 സിനിമകളുടെ വർക്കുമായിട്ട് പോയി. സാത്താൻ സീവറിന് വീട്ടിൽ പോയി വീട്ടുകാരെ സിനിമ കാണിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അറക്കലബു ഭരതനാട്യത്തിന്റെ പ്രൊമോഷനുമായിട്ട് പോയി. അദ്ദേഹം തിരക്കുള്ള ആളാണ്. ഇന്ദ്രൻ സേട്ടൻ ഖലീഫയുടെ ഷൂട്ടിൽ നിൽക്കുന്നു. ലാസ്റ്റ് കറക്കി തിരിച്ച് ഞങ്ങൾ ഇത്രയും പേര് ഒരു ആക്ടറിനെ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. സത്യം അതാണ് എന്റെ ലോജിക്ക്. അതായത് അവര് എല്ലാവരും ഈ സിനിമയുടെ റിലീസിന് 10 ദിവസം മുമ്പ് മുതൽ റോഡിൽ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റ്സ് കഴിഞ്ഞ ഇന്നലെ രാത്രി വരെ അവര് എല്ലാവരും കാലിക്കറ്റ്. ഇത് ആക്ച്വലി ഞങ്ങൾ 2 പേരും മാത്രം വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ വീണ്ടും ഈ ഉണ്ണിയൊക്കെ ഷൂട്ട് ചെയ്യാത്ത ദിവസം പോലും സെറ്റിൽ വരുന്നതന്നെ നീ ഉണ്ണിയെടുത്ത് നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞുകൊണ്ടേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു സക്സസ് മീറ്റിന് നമുക്ക് എല്ലാവരും അതെ ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും ഇതിനൊരു സക്സസ് മീറ്റ് ഉണ്ടാവുമല്ലോ, ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് മീഡിയനെ കാണുന്നതായിരിക്കും.